മൊണോക്കോയിലെ ഗ്രിമാൾഡി ഫോറം ഹാളിലെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ഡേവിഡ് വിയയും തിയറി ഹെൻറിയും അതങ്ങ് നിർവഹിച്ചു. ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികർ അക്ഷമരായി കാത്തിരിക്കുന്ന UCL ലീഗ് ഫേസ് നറുക്കെടുപ്പ്. ഇനി ബെർണബ്യൂവിലും ക്യാമ്നോവിലും എത്തിഹാദിലും എമിറേറ്റ്സിലുമെല്ലാം യൂറോപ്യൻ ടോപ്പ് ഫൈറ്റ്സിൻ്റെ ആവേശം നിറയുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഓൾഡ് ട്രാഫോർഡിലും ചെൽസി ഇല്ലാതെ തന്നെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലും ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ആന്തം മുഴങ്ങും. കഴിഞ്ഞ 2 വർഷത്തെയും പോലെ 4 വീതം ഹോം എവേ മത്സരങ്ങൾ തന്നെയാണ് ഇക്കുറിയും ഓരോ ടീമിനും കളിക്കാനുള്ളത്. എന്നാൽ തുടർച്ചയായ 3 സീസണുകളിൽ ഒരേ ടീമുകൾ ഒരേ വേദിയിൽ ലീഗ് ഘട്ടത്തിൽ ഏറ്റുമുട്ടരുതെന്നിരിക്കെ റയൽ ആൻഫീൽഡിലേക്ക് എത്തില്ല എന്ന സൂചന നറുക്കെടുപ്പിന് മുമ്പേ ആരാധകർക്ക് കിട്ടിയതാണ്. എന്നിരുന്നാലും ഗൂസ്ബംസ് സമ്മാനിക്കാനിടയുള്ള ഒരുപിടി മത്സരങ്ങൾ ഇക്കുറിയും ഫിക്സറിലുണ്ട്. അവ ഏതൊക്കെയാണ് പരിശോധിക്കാം. നിലവിലെ ജേതാക്കളായ PSG-യിൽ നിന്നും തുടങ്ങാം. ഹാട്രിക് കിരീടം എന്ന സ്വപ്നവുമായി ഇറങ്ങുന്ന ലൂയിസ് എൻറിക്കേക്കും സംഘത്തിനും ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്ന സൂചനയാണ് ഫിക്സർ നൽകുന്നത്. ഫ്ലിക്കിന്റെ ബാർസയെ സ്വന്തം മൈതാനത്തും എൻസോ മരസ്കയ്ക്ക് കീഴിലിറങ്ങുന്ന സിറ്റിയെ എത്തിഹാദിലും PSG എതിരിടണം. ഇതിലെ ബാഴ്സ PSG ഫിക്സർ പല കാരണങ്ങൾ കൊണ്ട് എക്സൈറ്റിംഗ് ആണ്. ഒന്ന്, കഴിഞ്ഞ സീസണിൽ ഇരുവരും ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ഗോൺസോലോ റാമോസിന്റെ ലാസ്റ്റ് മിനിറ്റ് ഗോളിൽ മത്സരം വിജയിച്ച PSG-യോട് ഒരു റിവെഞ്ച് എടുക്കുക എന്നത് ബാഴ്സയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. മറ്റൊന്ന് ഫെറാൻ ടോറസിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ ഫിക്സറിൽ ബാഴ്സക്കായി ഏക ഗോൾ നേടിയ ഫെറാൻ ഇന്ന് PSG-യുടെ താരമാണ്. ഈ ട്രാൻസ്ഫറിന് മുമ്പ് താരം നടത്തിയ ചില വാദങ്ങൾ ബാർസ ആരാധകരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. ഫെറാൻ തന്റെ മുൻ ക്ലബിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഗാലറിയിൽ നിന്നും ഉയരാൻ സാധ്യതയുള്ള ചാൻഡുകൾ തന്നെയാണ് ഈ ഫിക്സറിനെ ഏറ്റവും എക്സൈറ്റിംഗ് ആക്കുന്നത്. AS റോമ, ഗലറ്റസ്റായ്, സ്ലോവൻ ബ്രാറ്റിസ്ലാവ എന്നിവരെ സ്വന്തം മൈതാനത്തും ആസ്റ്റൺ വില്ല, FC ഗോമോ, VRL എന്നിവരെ എവേ ഫിക്സറിലും PSG നേരിടും. 10 ആണ്ടിലേറെ കാലം കിട്ടാക്കനെയായി തുടരുന്ന ചാമ്പ്യൻസ് ലീഗ് തേടിയിറങ്ങുന്ന ബാഴ്സക്കും ഒരൽപ്പം ടഫ് ഫിക്സറാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. PSG ഫിക്സറിന് സമാനമായി മാഞ്ചസ്റ്റർ സിറ്റി, ആസ്റ്റൺ വില്ല, ഗലറ്റസ്റായ്, FC ഗോമോ എന്നിവർ ബാർസക്കും എതിരാളികളാണ്. ഇതിനു പുറമെ സ്പോർട്ടിംഗ് ലിസ്ബൺ, ഫെയിൻറൂത്ത്, നവാഗതരായ അസർബൈജാൻ ക്ലബ്ബ് സബാഹ് എന്നിവരെയാണ് ബാർസ നേരിടേണ്ടത്. റോഡ്രി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ബാറ്റിൽ തന്നെയാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഫിക്സർ. ബാഴ്സ സ്വന്തം മൈതാനത്താണ് സിറ്റിയെ നേരിടുന്നതെങ്കിലും ഈ പോരാട്ടം അതിൻ്റെ എല്ലാ ആവേശവും നിറഞ്ഞതായിരിക്കുമെന്ന് ഉറപ്പാണ്. PSG-ക്ക് പുറമെ സ്പോർട്ടിംഗ്, സബാഹ്, ഗലറ്റസ്റായ് എന്നീ ടീമുകൾക്കെതിരെയാണ് ബാർസയുടെ എവേ ഫിക്സറുകൾ. ട്രിലോജിയിലെ 3-ാം ടീമായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് PSG, ബാർസ എന്നിവർക്ക് പുറമെ സ്പോർട്ടിംഗ് ലിസ്ബൺ, FC പോർട്ടോ, RB ലീപ്സിഗ്, നാപ്പോളി എന്നീ കരുത്തരെ കൂടി നേരിടേണ്ടതുണ്ട്. 2023 ശേഷം ഒരിക്കൽ കൂടി യൂറോപ്യൻ സിംഹാസനത്തിൽ ഇരിക്കാനെത്തുന്ന സംഘത്തിന് മരസ്കയ്ക്ക് കീഴിൽ അതിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ടീമിന്റെ കോർ മിഡ്ഫീൽഡിനെ കൈവിട്ട് റീബിൽഡ് ഫേസിലൂടെ കടന്നു പോകുന്ന സിറ്റി ബുവാദിയെയും എലിയോട്ട് ആൻഡേഴ്സണെയും വെച്ച് ഒരു മായാജലം തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. AEK ഏഥൻസ്, ഫ്രഞ്ച് ക്ലബായ ലെൻസ് എന്നിവരാണ് സിറ്റിയുടെ മറ്റു 2 എതിരാളികൾ. ചാമ്പ്യൻസ് ലീഗിന്റെ തമ്പുരാക്കന്മാരായ റയലിന് ടൂർണമെന്റിൽ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താനാവാത്ത ടീമുകളിലൊന്നാണ് ആർസനൽ. 4 തവണ ഇരുവരും മുഖാമുഖം എത്തിയപ്പോൾ 3 തവണ ഗണ്ണേഴ്സ് വിജയിക്കുകയും ഒരു മത്സരം സമനിലയിൽ പിരിയുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാനം നടന്ന ഏറ്റുമുട്ടലുകളിൽ 2ലും ആധികാരിക ജയത്തോടെ മുന്നേറിയ ആർട്ടേറ്റയെയും സംഘത്തെയും റയൽ ഇക്കുറി വീണ്ടും നേരിടുകയാണ്. ഡെക്ലൻ റൈസിന്റെ കലക്കൻ ഫ്രീ കിക്കുകളിൽ തലകറങ്ങി വീണ റയൽ അതിന് പ്രതികാരം വീട്ടാൻ ഉറച്ചാണ് എമിറേറ്റ്സിലേക്ക് വണ്ടി കയറുക. എന്നാൽ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെന്ന പകിട്ടിയിൽ നിൽക്കുന്ന ഗണ്ണേഴ്സിനെ അവരുടെ മടയിൽ ചെന്ന് തളക്കുക എന്നത് റയലിനല്ല, യൂറോപ്പിലെ പ്രമുഖർക്കൊക്കെയും ഒരു തലവേദനയാണ്. പോർട്ട് 1-ൽ നിന്നും റയലിന് ലഭിച്ച മറ്റൊരു എതിരാളി ഇന്റർ മിലാനാണ്. ദീർഘകാലത്തെ യൂറോപ്യൻ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്താൻ പലതവണ ഇറങ്ങി പുറപ്പെട്ടിട്ടും കയ്യകലത്ത് നഷ്ടമായ ട്രോഫി ഇക്കുറിയെങ്കിലും നേടുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഡെൻസൽ ഡംഫ്രീസിനെ സീസണിന് മുമ്പ് റയലിന് നൽകിയ ഇന്റർ, ജോൺ സ്റ്റോൺസ് ഉൾപ്പെടെയുള്ളവരെ ടീമിലെത്തിച്ച് മികച്ചൊരു സ്ക്വാഡുമായാണ് ഇക്കുറി വരുന്നത്. PSV, RB ലീപ്സിഗ്, ഓസ്ട്രിയൻ ക്ലബായ ലാസ്ക് എന്നിവരെ ബെർണബ്യൂവിലും, ഷാക്തർ, AS റോമ, AEK ഏഥൻസ് എന്നിവരെ എവേ ഗ്രൗണ്ടിലും റയൽ നേരിടും. ഇതിൽ ഷാക്തർ ചെൽസിയുടെ ഹോം ഗ്രൗണ്ടായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് തങ്ങളുടെ UCL ഹോം മത്സരങ്ങൾ കളിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം യൂറോപ്യൻ ബിഗ് ഫൈറ്റിലേക്ക് തിരിച്ചെത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരുപിടി നല്ല എതിരാളികളെ തന്നെ ലീഗ് ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ബയേൺ മ്യൂണിക്, അത്ലറ്റിക്കോ മാഡ്രിഡ്, RB ലീപ്സിഗ്, സ്പോർട്ടിംഗ് ലിസ്ബൺ, AS റോമ, VRL, FC ഗോം എന്നിങ്ങനെ പോകുന്നു ക്യാരിക്കിനും സംഘത്തിനും നേരിടേണ്ടിവരുടെ ലിസ്റ്റ്. പുതുമുഖ ക്ലബായ സബാഹും യുണൈറ്റഡിന്റെ എതിരാളിയായിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് സീസൺ കോച്ച് എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ചുമലിൽ ഏറ്റെടുക്കുന്ന ക്യാരിക്കിന് ടീമിൽ സർവൈവ് ചെയ്യാൻ യൂറോപ്യൻ ഹീറ്റ് കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓൾഡ് ട്രാഫോർഡിലെ പുൽത്തകിടിന് തീപിടിക്കാറുള്ള ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങൾ അതേ മണ്ണിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. പ്രീമിയർ ലീഗ് ശാപം തീർത്തു വരുന്ന ആർട്ടേറ്റയുടെയും സംഘത്തിന്റെയും അടുത്ത ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗാണ്. ക്ലബ് ചരിത്രത്തിലെ ആദ്യ UCL ട്രോഫി എന്ന റെക്കോർഡിന് തൊട്ടരികിൽ കഴിഞ്ഞ സീസൺ വീണ ടീം കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇക്കുറി പ്രതീക്ഷിക്കുന്നില്ല. റയലിന് പുറമെ ബയേൺ, നാപ്പോളി, ബൊറൂഷ്യ ഡോട്ട്മുണ്ട്, റയൽ ബെറ്റിസ്, ലില്ലെ, സ്ലാവിയ പ്രാഹ, സബാഹ് എന്നിവരെയാണ് ഗണ്ണേഴ്സിന് നേരിടേണ്ടത്. ചാമ്പ്യൻ മെന്റാലിറ്റിയോടുകൂടി കളിച്ചാൽ ഈ ട്രോഫി കൂടി ഷെൽഫിലെത്തിക്കാനാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് താരങ്ങളും ടീം സ്റ്റാഫുകളും. ആർസനൽ, അത്ലറ്റിക്കോ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ ബെറ്റിസ്, ലില്ലെ, സ്ലാവിയ പ്രാഹ, വൈക്കിംഗ്, ബോഡോ ഗ്ലിംറ്റ്, ജർമ്മൻ വമ്പന്മാരായ ബയേണിന്റെ UCL ലൈനപ്പും ഗംഭീരമാണ്. കഴിഞ്ഞ തവണ സെമിയിൽ PSG-യോട് തോറ്റു മടങ്ങേണ്ടി വന്ന വിൻസെന്റ് കോമ്പനിയും സംഘവും 2020 ശേഷം ഒരു കിരീട വിജയമാണ് സ്വപ്നം കാണുന്നത്.
ലിവർപൂൾ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇന്റർ മിലാൻ, ലിവർപൂൾ, ആർസനൽ, ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് തുടങ്ങി ഒരുപാട് ക്ലോസ് ഫൈറ്റ് മാച്ചുകൾ വേറെയും വരാനുണ്ട്. മത്സരക്രമവും തീയതിയുമെല്ലാം 29 ഓഗസ്റ്റ്, അതായത് നാളെ പുറത്തുവിടുമെന്നാണ് യുഎഫയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. കിരീടം നിലനിർത്താൻ ഇറങ്ങുന്ന PSG, ആദ്യ കിരീടം സ്വപ്നം കാണുന്ന ആർസനൽ, പ്രൗഢി തിരിച്ചുപിടിക്കാൻ ബാഴ്സയും യുണൈറ്റഡും ബയേൺ മ്യൂണിക്കും, 16ാം കിരീടം ലക്ഷ്യമിട്ട് റയൽ മാഡ്രിഡ്, പിന്നെ സിറ്റിയും ലിവർപൂളും ഇന്റർ മിലാനും അടക്കം പ്രമുഖർ വേറെയും. ആവേശത്തിൻ്റെ നാളുകൾക്ക് കൗണ്ട് ഡൗൺ എണ്ണി കാത്തിരിക്കുകയാണ് ആരാധകർ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോരാട്ടങ്ങൾ ഏതൊക്കെയാണ്? കമൻറ്റുകളായി അറിയിക്കൂ.